ഹലോ ഗായ്സ്, എൻ്റെ അടുത്ത പ്രാങ്ക്, എൻ്റെ ക്വസ്റ്റ്യൻ, എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അടിപൊളി പ്രാങ്കാണ് ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, നീ എന്നെ മറന്നോ? നമ്മൾ പണ്ട് ഒരുമിച്ച് കളിച്ചതും നടന്നതും ഒക്കെ ഇത്ര പെട്ടെന്ന് മറക്കാൻ ഞാൻ അത്രയ്ക്ക് നിന്നോട് കാണിച്ചിട്ടുള്ളൂ എന്നൊക്കെ ചോദിച്ച് ജസ്റ്റ് ഒരു പ്രാങ്കായിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്നാലും നമുക്ക് തുടങ്ങാം. അത് അവിടെ നിന്ന് തന്നെ ഒരു ടീം നടന്നു വരുന്നുണ്ട്. ഇവരെന്തായാലും പിടിക്കാം. ഹലോ, എന്താ പേര്? സ്വാതി. പേരെന്താ? ആരതി. പേരെന്താ? അഭിഷേക്. തീർത്ഥ. റബിയ. അമല. ഒന്നും കൂടി വരുമോ? ഒരു കാര്യം പറയാനാ ഗൈസ്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. എനിക്കിതിൽ കുറച്ച് പേരെ മുൻ പരിചയമുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ തന്നെ പിടിക്കാൻ കാരണം. ഒന്ന് ഓർത്ത് നോക്കി, നിങ്ങൾക്ക് ഇന്നെ കിട്ടും, എന്തായാലും മനസ്സിലാവും. ഒന്ന് നിങ്ങളെ കൂടെ പഠിച്ചതാ. അതെ, പണ്ട് LP സ്കൂളിൽ, നീ എൻ്റെ LP സ്കൂളിൽ പഠിച്ചത്, ഈ UP സ്കൂളിൽ പഠിച്ചതും. അതെങ്ങനെ മനസ്സിലായി? അതെ, ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തിനാ ഇവിടെ വന്ന് മാളിലേക്ക് വന്നാലേ? അപ്പോൾ ഇതിൽ ആർക്കാണ് നല്ല പാട്ട് പാടാൻ കഴിവുള്ളത്? നിങ്ങളായിരുന്നു എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും വലിയൊരു സിംഗർ ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്കല്ലായിരുന്നു മറ്റേ ലോങ് ജമ്പിൽ ഫസ്റ്റ് അല്ലേ? അതെ, നിങ്ങൾക്ക് ഹൈ ജമ്പിലല്ലായിരുന്നു? ഓക്കെ, നിങ്ങൾക്ക് ഇതിലായിരുന്നു ഫസ്റ്റ്? തവളച്ചാട്ടത്തിലായിരുന്നു. ഓക്കെ, പിന്നെ എന്നാലും നമുക്ക് ഒരു ക്വസ്റ്റ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഒരു മാത്സ് ആണ് ചോദിക്കാൻ പോണേ. ഒരാൾക്ക് ഇതിൽ മാത്സ് പറയാൻ പറ്റുള്ളൂ. ആർക്കാണ് ഇതിൽ മാത്സ് സെലക്ട് ചെയ്യാൻ പറ്റുക? റബിയ. നിങ്ങളിങ്ങനെ ചൂണ്ടിക്കാണിക്കരുത്, ഒരാൾ ഉറപ്പിക്കണം. തീർത്ത ആണോ? എന്നായിക്കോട്ടെ, ഞാൻ എന്നാൽ നിങ്ങളോടൊരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോവാം. ആർക്കും പോകാൻ പറ്റാത്ത ഒരു ജില്ല ഉണ്ട്. ആ ജില്ല ഏതാ പറയാൻ പറ്റുമോ? അതെ, കുസൃതി ചോദ്യമാണ്. ആർക്കും പോകാൻ പറ്റാത്ത ജില്ല. ആർക്കും പോകാൻ കഴിയില്ല, അങ്ങനത്തെ കുസൃതി ചോദ്യം. അത് കേരളത്തിൽ. അങ്ങനെ കേരളത്തിൽ ആർക്കാ പോകാൻ പറ്റാത്ത ജില്ല? നിങ്ങൾ പറയൂ. സബ് ജില്ലയിൽ എല്ലാവർക്കും പോയിക്കൂടെ അല്ലേ? അതെ, ഇത് ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പോവാം. ജയിക്കണം. അതെ, ഇത് ആർക്കും പോകാൻ പറ്റാത്ത ജില്ലയാണ് ഞാൻ ചോദിക്കുന്നത്. കുസൃതി ചോദ്യം പറയൂ. എന്ത് ജില്ലയാണ്? ഗൈസ്, സംഭവം പോലെ നെക്സ്റ്റ് പ്രാങ്ക് നിർത്തി. ഫസ്റ്റ് ഞാൻ നിങ്ങളെ പ്രാങ്ക് ചെയ്താ കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ സീരിയസ് വ്ളോഗാണ്. ഓക്കെ, സീരിയസിലേക്ക് കടന്നു. ആർക്കും പോകാൻ പറ്റാത്ത ജില്ല പറയൂ. ക്ലൂ ആണോ? കറണ്ട് പരമായിട്ട്. അതെ, ഇലക്ട്രിസിറ്റി. ഓക്കെ, പേരെന്താ? അഭിഷേക്. റോങ് ആൻസർ. അതെ, യെസ്, അത് തന്നെ. കുസൃതി ആകുമ്പോൾ അങ്ങനെയല്ലേ വരാം. അതെ, കിട്ടുമോ? അല്ലെ സ്കിപ്പ് അടിക്കാം? എന്ത് മണ്ടത്തരായാലും നിങ്ങളൊന്ന് പറഞ്ഞോളൂ, ആലോചിക്കണ്ട. അതെ, ബോസ് പറഞ്ഞ മാതിരി നിങ്ങൾക്ക് എന്ത് വേണേൽ പറയാം. സ്കിപ്പല്ലേ? സ്കിപ്പ്. അപ്പൊ ആൻസർ എന്താ അറിയോ? വോൾട്ടേജ് ഇല്ല. ഓക്കെ, ഹാപ്പി. ആ ജില്ലയിലാണ് ആർക്കും പോകാൻ പറ്റാത്തത്. ഓക്കെ, ഇനി ക്യാമറ നോക്കി ആയി പറഞ്ഞോളെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസിലുണ്ടാവും. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. അനസ് വ്ളോഗ് 21. ഓക്കെ, ബൈ. ഡെയിലി 5 മണിക്ക് വീഡിയോ. ഓക്കെ, ഹാപ്പി. ഗൈസ്, ഇപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ആകെ മാറിപ്പോയി. ഇത് മേലെ കൂടെ കഥ പാലം പോണ എന്താ ഇപ്പം ഇത് കഥ? ഇവിടെ കുറച്ച് മുന്നേ വരേണ്ട വികസനം കുറച്ച് ലേറ്റായിട്ടാണ് ഓൾ ചെയ്തത്. അപ്പോൾ ഞാൻ ഇതൊക്കെ പണ്ടേ കണ്ടറിഞ്ഞത്. അങ്ങനെ മേലെ കൂടെ ഒക്കെ ഈ പാലം വന്നതിനോട് ബ്ലോക്കൊന്നുമില്ല. ഇതാ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ കുറച്ച് പ്രാങ്ക് നടത്താം. ഹലോ, എക്സ്ക്യൂസ് മീ. ഹലോ, ഇങ്ങോട്ട് പോ. ഒരു മിനിറ്റ്. കമോൺ. ഒരു ക്വസ്റ്റ്യനില്ലേ? ഒരു മിനിറ്റ് ബ്രോ. അല്ല, ഞാനല്ലേ? ഒരു മിനിറ്റ് പോകല്ലേ? സമയമില്ല. എന്നാൽ ഓക്കെ.
സമയമില്ലാത്തവരാണ്. കണ്ട ഗൈസ്, ഇതിൻ്റെ കഷ്ടപ്പാടുകൾ കണ്ടോ? ചിലർക്ക് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. പക്ഷെ എന്നാലും നമ്മുടെ വീഡിയോ കളറായിരിക്കും. ഇതാ ഇനി നമ്മൾ അടുത്താളെ പിടിക്കാൻ പോവാണ്. ഹൈലൈറ്റ് മാളിൽ നിന്ന് ശനിയാഴ്ച ആരൊക്കെ അവിടെ കാണാൻ വരുന്നുണ്ട്, നമുക്ക് അവരെ മൊത്തം പിടിച്ച് പ്രാങ്കും, പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യന്, പിന്നെ ആ ആർക്കും പോകാൻ പറ്റാത്ത ജില്ല, വോൾട്ടേജ് ജില്ല എന്നുള്ളത് ഞാൻ ഒന്ന് മാറ്റി പിടിക്കാൻ പോവാണ്. ഇനി ഞാൻ ചോദിക്കാൻ പോണത് ഒരു പ്രത്യേക ഒരു ഡോക്ടർമാരെ ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ പോണത്. ഒരു ജനനം മുതൽ മരണം വരെ നമ്മളെ വികസിക്കാത്ത വലുതാവാത്ത ഒരു അവയവമുണ്ട്, അത് ഏതാന്ന് ചോദിക്കും. അത് തന്നെ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ കണ്ണെന്നാ. കണ്ണിലെ കൃഷ്ണമണി. അങ്ങനെ തന്നെ ആൻസർ പറഞ്ഞവർക്ക് നമ്മളൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കും. ഓക്കെ, നമ്മൾ പോവാം ഇവിടുന്ന്. ഓക്കെ, ഇനി നമുക്ക് നേരെ പുറത്തെത്തിയിട്ട് ക്വസ്റ്റ്യൻ ആക്കാം. എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റിക്കാരൻ എന്നെ അങ്ങനെ നോക്കുന്നുണ്ട്, പിന്നെ എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വീഡിയോ ബനാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ വിഷയമാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊന്നും ചെയ്യുന്നില്ല. നമ്മളിനി പുറത്ത് പോയിട്ട് പിടിക്കാം. നമുക്ക് പുറത്ത് കുറേ ജനങ്ങളുണ്ട്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ മാത്രമല്ലല്ലോ ആൾക്കാരുള്ളത്. നമ്മളത് പുറത്തേക്ക് കിടക്കാൻ പോവാണ്. പുറത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നമ്മൾ ആദ്യം പോയിട്ട് കുറച്ച് അപ്പുറത്ത് എത്തിയിട്ട് പരിപാടി അവതരിപ്പിക്കാം. ഗൈസ്, ഇനി നമുക്കിത് കുറച്ച് പുതിയ ആൾക്കാർ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഫുഡ് കഴിച്ച് ഇവിടെ നിൽക്കല്ലേ? സംഭവം ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻസർ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഞാൻ തരാം. ഓക്കെ അല്ലേ? പേരെന്താ? ഹനാൻ. ഹനാൻ. ഓക്കെ, പേരെന്താ? ഫിദ. യൂസുഫ്. ഓക്കെ, അപ്പോൾ ഹനാനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഒരു മാത്സ് ആണ് ചോദിക്കാൻ പോണത്. മാത്സ് വേണ്ട. എന്നാൽ മനുഷ്യ ശരീരത്തിൽ ജനനം മുതൽ മരണം വരെ വികസിക്കാത്ത ഒരു അവയവമുണ്ട്. അത് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനത്തെ അവയവം ഏതാണ്? കണ്ണല്ലേ? ഓക്കെ, ഉറപ്പിക്കാവോ? അത് എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ഉറപ്പിക്കാവോ? ആൻസർ ഉറപ്പാ? ഓക്കെ, അപ്പോൾ വിന്നായിട്ടുണ്ട്. ഗിഫ്റ്റ് ഞാൻ തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണേ. പറക്കാൻ പറ്റാത്ത ഒരു കിളിയുണ്ട്. ആ കിളി ഏതാ പറയാൻ പറ്റുമോ? ഒരു കുസൃതി ചോദ്യം. അതെ, പറക്കാൻ പറ്റാത്തൊരു കിളിയുണ്ട്. ആ കിളി ഏതാ? ഒട്ടകപക്ഷിക്ക് പറക്കാൻ കഴിയില്ല. ഓക്കെ, ഒട്ടകപക്ഷി ഓപ്ഷൻ ഓക്കെ ആണോ? ഓക്കെ ആണോ? അറിയോ? ബസ്സിലെ കിളി. ഓക്കെ, ബസ്സിലെ കിളി. അപ്പോൾ പേരെന്തായിരുന്നു? ഫിദ. ഓക്കെ, റോങ് ആൻസർ ആയിട്ടുണ്ട്. ഓക്കെ, ബസ്സിലെ കിളി പറക്കും. ബസ്സിലൊക്കെ പറന്ന് പോവാം. ബസ്സിലെ കിളിക്ക് പറക്കാം. ഇത് വേറൊരു കിളിയാണ്. ഓക്കെ, അപ്പോൾ റോങ് ആൻസർ ആണെങ്കിലില്ലേ, ഞാൻ പറഞ്ഞ ആൻസർ റെഡി ആൻസറാണ്. അപ്പോൾ ബസ്സിലെ കിളി റോങ് ആൻസറാണ്. അപ്പോൾ ഒന്നുകൂടി ഇങ്ങനെ ചിന്തിച്ചാൽ ആ പറക്കാൻ പറ്റാത്ത കിളി ഒരു കുസൃതി ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ പറയാൻ കഴിയും. ആൻസർ കിട്ടിയില്ലെങ്കിൽ ഇതിലെന്താ അറിയോ പണിഷ്മെൻ്റ്? എന്താ അറിയോ? പാട്ട് പാടേണ്ടി വരും. 4 വരി പാട്ട്. പാട്ടാറില്ല, ഒരു പാട്ടും അറിയില്ല, കുഴപ്പമില്ല, എന്നാൽ പാട്ട് പാടണ്ട. അപ്പോൾ ആൻസർ അറിയില്ല. ഇല്ല, അപ്പോൾ ആൻസർ എന്താണെന്ന് വെച്ചാൽ ഇക്കിളി. ഓക്കെ, ഇക്കിളിയാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി ഞങ്ങളോട് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ഒരിക്കലും കായ്ക്കാത്ത ഒരു മരമുണ്ട്. ആ മരം ഏതാ പറയാൻ പറ്റുമോ? സമരം. ഇവിടുന്ന് എന്തിനാ മെല്ലെ പറഞ്ഞു കൊടുത്ത്? എന്തിനാ പറഞ്ഞു? അതെ, എന്നോടല്ലേ ചേച്ചീന് പറഞ്ഞു കൊടുത്തതിനോട് റോങ് ആൻസറായി. ഓക്കെ, നിങ്ങളോട് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഇവിടെ ഇങ്ങനെ സഹായിച്ചു കൊടുത്തു. ഒരാത്മാവാണ് ആണ്. എന്നാൽ നിങ്ങൾ കൂടി നിന്നോ എന്നാ നിങ്ങളോട്. എന്നാൽ ടിൻസാണല്ലേ? എന്നാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണേ. ഒരിക്കലും ആർക്കും പോകാൻ പറ്റാത്ത ജില്ലയുണ്ട്. അത് നിങ്ങൾ രണ്ടാളും പാടെ ഒന്ന് ആലോചിച്ച് പറഞ്ഞുകൊണ്ടെന്നാൽ. ഒരിക്കലും ആർക്കും പോകാൻ പറ്റാത്ത ജില്ല. കുസൃതി ചോദ്യം. പറയൂ. ഇപ്പം എന്താ നിങ്ങൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല? പറയൂ. ഒരിക്കലും ആർക്കും പോകാൻ പറ്റാത്ത ജില്ല. നിങ്ങൾക്കും പറയാം, ആലോചിച്ചോളൂ. ഗിഫ്റ്റ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഒരിക്കലും ആർക്കും പോകാൻ പറ്റാത്ത ജില്ല.
സമരമൊക്കെ എടുത്തു ചാടി വെറുതെ പറയേണ്ടീന് ഒരു ഗിഫ്റ്റ് കിട്ടൂലേനോ? കിട്ടൂല, പെട്ടെന്ന് ആലോചിച്ചാൽ കിട്ടൂ. കിട്ടൂല 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 കിട്ടുമോ? കിട്ടൂല കിട്ടൂല. അപ്പോൾ ആൻസർ ഞാൻ പറയട്ടെ, വോൾട്ടേജ് ഇല്ല. ആ ജില്ലയിലാണ് ആർക്കും പോകാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് ഇതാ. ഓക്കെ, ഹാപ്പി? ഒരു ക്യാമറ നോക്കി ആരെ ആയി പറഞ്ഞോളേ. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ആൾ പിടിക്കാൻ പോവുക. അത് അവിടെ തന്നെ കുറച്ച് ടീം. ഹലോ, എവിടേക്കാണ് പോകുന്നത്? വീട്ടിലേക്ക്. എൻ്റെ കൂടെ പഠിച്ച് എൻ്റെ ക്ലാസ്സിൽ വരുന്നത് ഓർമ്മ ഉണ്ടോ? കുറച്ച് മുന്നേ. ഇന്ന ഓർമ്മയില്ല, ഒന്നുകൂടെ ആലോചിച്ച് നോക്ക് ഗൈസ്. ഇന്ന ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം. അത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്തായാലും ഓർമ്മ ഉണ്ടാവും. പേരെന്താ? ജാസിം. ജാസിം. ജൂലി. ജൂലി അല്ലേ? ജൂലി. ആൻ. ശരിക്കും ആൻ? ആൻ. റിയാൻ. റിയ. റിയ. റിയാൻ. റിയാൻ. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരു കുസൃതി ചോദ്യമാണ്. ഒരിക്കലും കായ്ക്കാത്ത ഒരു മരമുണ്ട്. ആ മരം ഏതാ പറയാൻ പറ്റുമോ? സമരം. ഉറപ്പിക്കാവോ? ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ വിന്നായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അതേ ഉള്ളൂ, ഇപ്പോൾ അതേ കൊടുക്കണുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഓരോരുത്തർ നമുക്ക് പിന്നെ പോവാം. ഓക്കെ, എന്തായാലും ഞാൻ പോവും, ഓലെ പിടിക്കും. ഓക്കെ, അപ്പോൾ ഒരു മാത്സ് ആണ് ചോദിക്കാൻ പോണത്. ഓക്കെ, 777 + 333 എത്ര? 777 + 333. 100. ഓക്കെ, റോങ് ആൻസർ. 1100. റോങ് ആൻസർ. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വേണോ? ഓക്കെ, ചോദിക്കാൻ പോവാണ്. ആ മാത്സ് തന്നെയാണ്. 777 + 333. 1100. റോങ് ആൻസർ ആണ്. ഓക്കെ, നിങ്ങൾ പറയൂ ഗൈസ്. ഇവിടെ കാൽക്കുലേറ്ററൊക്കെ എടുത്ത് കൂട്ടുന്ന്. നിങ്ങൾ പറയൂ. പറയാം. ഓക്കെ, പറയൂ. ചിരി കുറച്ച് കൂടുതലുള്ള ഒരാളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഓക്കെ, നന്നായിട്ട് ചിരിക്കും. അറിയില്ലെങ്കിൽ ഇതിൽ ഒരു ജസ്റ്റ് ഒരു പണിഷ്മെന്റ് ഉണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു പാട്ട് നിങ്ങൾ 4 വരെ ആലോചിച്ച് വെക്കണം. ഇതിലെല്ലാവരും പാട്ട് പാടുന്നുണ്ട്. ഓക്കെ, 4 വരി പാട്ട് മാത്രം ആലോചിച്ചോളൂ. നിങ്ങൾ പറയൂ. നിങ്ങൾക്ക് ആൻസർ പറഞ്ഞ പാട്ട് പാടണ്ട, വേഗം പറഞ്ഞോളൂ. എന്നാ അവിടെ പോയി നിന്നോളൂ. ഓക്കെ, പറയൂ. 777 + 333. 1100. 4 വരി പാട്ട് എന്തായാലും പാടണം. ഓക്കെ, റോങ് ആൻസർ. അതെ, അതായിരുന്നു. അപ്പൊ നിങ്ങൾ ഒരു പാട്ട് പാടും. പാട്ട് പാടും. ഞാൻ ഉത്തരം പറഞ്ഞു. ആദ്യം റോങ് ആൻസർ ആയിരുന്നല്ലോ. തനാനെ ഒരു പൂ തരാമോ? ഒരു വരിയായി. ബനാനെ ഒരു കായ് തരാമോ? 4 വരി ആയില്ല. ഞാൻ വരട്ടെ. ബാക്കി എന്തിനാണ്? മന്ദാകിനി. ഓക്കെ, വിന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പാട്ട് പാടും. അത് പാടാൻ പറ്റൂല. എന്നായിക്കോട്ടെ, പാടിക്കോ. ഓക്കെ, അപ്പൊ നിങ്ങൾ പാടും. ഏത് പാട്ട് പാടാം? സജസ്റ്റ് ചെയ്തറിയാം. അത് പറ്റൂല. കുഞ്ചിയമ്മക്ക് അത് ഇതില് ഒരാൾ പാട്ട് പാടി. എന്നാ പാടിക്കോളൂ. മക്കളാണ് അഞ്ചാമനോമന കുഞ്ചുവാണ്. ഓക്കെ, ഒരു പാട്ട് മതി, ഏതെങ്കിലും ഒരു പാട്ട് ആണ്. എന്നാ ഓക്കെ, കുത്തിക്കാളും. ഓക്കെ, എൻ്റെ നാട് ഒക്കെ ഈ വ്ളോഗിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ഹായ് പറഞ്ഞോളൂ. ഒരു ഹായ് പറഞ്ഞോ. യൂട്യൂബ് ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഓക്കെ, ഡെയിലി 5 മണിക്ക് വീഡിയോ ഉണ്ടാവും. പബ്ലിക് റിയാക്ഷൻസ്. ഓക്കെ, ഹാപ്പി അല്ലേ? ഹാപ്പി. ഓക്കെ ആണോ? കരയണ്ട. ഓക്കെ, ബൈ. ആണ് നിങ്ങൾക്ക്
ഗൈസ് ഇവിടുന്ന് തന്നെ ചോക്ലേറ്റ് തീരും. ഓക്കെ ഹാപ്പി ഹാപ്പി ഓക്കെ ഓക്കെ എൻ്റെ ചോക്ലേറ്റ് മൊത്തം തീർന്ന്. ഓക്കെ ഇനി നമ്മൾ അടുത്താൾ പിടിക്കാം. അപ്പം ഇനി നമ്മൾ അടുത്താൾ പിടിക്കാൻ പോവാണ്. ഇനി നമുക്ക് അടുത്താളെ പിടിക്കാം. ഹൈലൈറ്റ് മാൾ ഇവിടെ കത്തിക്കൊണ്ട് നിൽക്കുന്ന ബ്ലോക്ക് ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഒന്നുകൂടി ഇവിടെ റോഡ് ഒന്നുകൂടി ഒന്ന് വികസനം തീരെ ഇല്ല. ഒന്നുകൂടി വികസിപ്പിക്കേണ്ട ആവശ്യം വരുന്നു. അപ്പോൾ വലിയ കാര്യപ്പെട്ട ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് റോഡൊന്ന് പൊളിച്ച് ഒന്നുകൂടി വേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ നിങ്ങൾ. ഓക്കെ നമ്മൾ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്താളെ പിടിക്കാം. ഗൈസ് നമ്മൾ ഹൈലൈറ്റ് മാളിൽ വിട പറഞ്ഞ് അവിടുത്തെ വ്ളോഗ് നമ്മളെ ചാനലുണ്ട്. ഇനി നമ്മൾ പുറത്തേക്ക് കടക്കാൻ പോവാം. പുറത്തേക്ക് കടന്നിട്ട് ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. ഇവിടെ ആരെയും കാണുന്നുമില്ല. ഞാനാണെങ്കിൽ ഒരു ഉച്ച ടൈമിലാണ് വന്നത്. ആരുമില്ല ഇവിടെ. ഗൈസ് കുറച്ച് ടൈമില്ലാത്ത കുറച്ച് ആൾക്കാരെ കിട്ടിയതിനോട് നിങ്ങളുടെ പേരെന്താ, നിങ്ങൾ എന്താ ഡ്യൂട്ടി ചെയ്യുന്നത്? നെസ്റ്റോയില്. അപ്പോൾ നെസ്റ്റോയിലുള്ള ആൾക്കാർക്ക് ഒരു ആയി പറഞ്ഞു ആദ്യം. ഹലോ. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഓക്കെ നിങ്ങൾ പോയി വികസിച്ച് പണിയൊക്കെ എടുത്ത് സെറ്റായി വാട്ടോ. ഓക്കെ ബൈ ബ്രോ. അപ്പം ഗായ്സ് ഇനി നമുക്ക് അടുത്ത ആളോടെ ആയും കാണുന്നില്ല. നമ്മൾ വ്ളോഗ് പിടിച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇനി നാളെ കാണാം. ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ഇത്ര തന്നെ വീഡിയോസ് ഉള്ളൂ. ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാം. അടിപൊളി ഷൂകളൊക്കെ ഉണ്ട്. എൻ്റെ മോനെ അമ്മാരി കളർ ഷൂകളാണ്. നമ്മളിതാ ലാസ്റ്റ് എൻ്റെ വീഡിയോയിൽ ഇതാ കുറേ ഷൂകൾ കാണുന്നുണ്ട്. ഇനി വൈൻഡപ്പ് ചെയ്യാൻ പോവാം. ലാസ്റ്റ് ഒരു കുട്ടി അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. അവൻ ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ചെയ്തോളാം. ഹലോ. ഇവിടുന്ന് നേരെ പോയാൽ ബസ് കിട്ടുമോ? എവിടുന്നാ കിട്ടുക? ഇവിടുന്നോ? എന്നാ പോലെ പോയി. എടാ മച്ചാ പേരെന്താ? ആസിൽ. ഓക്കെ എവിടുന്നാ വരുന്നത്? വെള്ളിപറമ്പ്. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണോ? എങ്ങനെ ഒരു ഈ വെയിലത്ത് ഇത്രയും യാത്ര ചെയ്ത് നടക്കുന്നതിൽ സാറ്റിസ്ഫൈഡ് ആണോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ലേശം ബുദ്ധിമുട്ടൊക്കെ ആണ്. ലേശം ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് താങ്കളുടെ ബുദ്ധിമുട്ട് വരുന്നത്? ഈ വെയിലിറക്കുമ്പോൾ എങ്ങനെയാണ് താങ്കൾ ഈ വെയിലിനെ കാണുന്നത്? ഒന്നിൻ്റെ പ്രേക്ഷകരോടൊന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ വെച്ചാൽ ഹെൽമെറ്റ് അങ്ങനെ വെക്കാറില്ലല്ലോ നമ്മൾ വീട്ടു സ്ഥലമാകുമ്പോൾ. അത് വെക്കാറില്ല. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, വെക്കണം. അത് എപ്പോഴൊക്കെയാണ് ഹെൽമെറ്റ് വെക്കേണ്ടത്? വെക്കണം പറഞ്ഞാല് നമ്മൾ ഈ ലോങ് യാത്രക്ക് പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കണം. അതെന്തായാലും വെക്കണം. ഇങ്ങനത്തെ സിറ്റി യൂസിങ്ങിൽ ഹെൽമെറ്റ് വെക്കണ്ടെന്ന് എന്തെങ്കിലും ഒരു നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ലല്ലോ. പിന്നെ അതാരാ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണോ? ഓക്കെ 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 ഓക്കെ. അപ്പം എന്നാലേ ഞാൻ പോട്ടെ. ഓക്കെ ഓക്കെ. വരൂ. ഗൈസ് ഒരു കുറച്ച് യാത്രക്കാരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അമ്മ ഇതാ അവരെ പിടിക്കാം. എന്റെ ഫ്രാൻസ് അത് എങ്ങനെ മനസ്സിലായി? ഇന്ത്യ മോനെ. എവിടെ സ്ഥലം? എവിടെ? അരീക്കോടുള്ളവർക്ക് ഒരു ആയി പറഞ്ഞു ആദ്യം. അപ്പൊ ഞാൻ ഒരു മാക്സ് ചോദിക്കാൻ പോണേ. മാക്സ് ഓക്കെ. ഇവിടെ നിർത്തില്ലേന്നോ? അതെന്തിനാ? അതെന്താ? ആരാണ്? ഫ്രണ്ട്സ് ആണല്ലേ? ഓക്കെ. ഇത് ലൈവായിട്ട് വീഡിയോ എടുത്തിട്ട് ഡെയിലി 5 മണിക്ക് ഇടുന്ന ഒരു ചാനലാണ്. ഓക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നാലും നിങ്ങൾക്ക് ഒരു പാട്ട് പാടണം. 3 ആൾ വെച്ച് യാത്ര ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? സം സിറ്റുവേഷൻ. ഓക്കെ എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ? അതാണ് എന്റെ ചോദ്യം. മെമ്മറീസിന് വേണ്ടിട്ട് സംഭവം. ഞാൻ നമ്പർ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. നമ്പർ കാണിക്കുന്നില്ല. അപ്പൊ എനിക്കിപ്പോ ഒരു യാത്രക്കാരൻ അവിടുന്ന് ഒരു ഹെൽമെറ്റ് ഇട്ടിട്ട് നമുക്ക് സിറ്റി യൂസിങ്ങിലോ ഹെൽമെറ്റ് ഇടൂലെന്നാണ് എന്റെ വ്ളോഗ് പറഞ്ഞത്. അപ്പോ ഈ 2 ഹെൽമെറ്റ് നിയമത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? അല്ലല്ലോ, ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഈ ഹെൽമെറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സാറ്റിസ്ഫൈഡ് വേണം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊക്കെ മന്ത്രി ആയി കഴിഞ്ഞാൽ ഈ നിയമം മൊത്തം നമുക്ക് തലകുത്തനെ മാറ്റിയിടായിരുന്നു. ഓക്കെ. അപ്പോ ഇത് ഇതിന്റെ ജസ്റ്റ് ഒരു പ്രാങ്ക് ആണ്. ഇങ്ങനെ ഒന്നും ചെയ്യരുത്. ഓക്കെ ഓക്കെ. ഹാപ്പി ആയിരിക്കും. അപ്പൊ ഗൈസ് നമ്മൾ അടുത്താൾ പിടിക്കാൻ പോവാണ്.
പണിയെടുക്കൂ പറയാൻ പിന്നെയും സമയമുണ്ട്. അപ്പം നമ്മൾ അടുത്താളെ പിടിക്കാം. വരണോ? 1 മിനിറ്റ് ഗൈസ്. ഇവിടെ ഒരു കുറച്ച് ചെറുപ്പക്കാർ, പേരെന്താ? ഷാമിൽ. അപ്പോൾ ഞാൻ ഷാമിലിനോട് അതിമനോഹരമായ ഒരു പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നു. എനിക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ലാംഗ്വേജ് ഇഷ്ടപ്പെട്ടു. പാട്ടൊന്നും അറിയില്ല എന്ന് പറയുന്നത്. വാട്ട്സ് ഇറ്റ് പ്രോബ്ലം? എന്തൊരു വലിയ വിഷയത്തിലാണെന്ന് തോന്നുന്നു അല്ലേ? കണ്ടാൽ തന്നെ ഒരു വലിയൊരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് എന്തോ മറ്റേ GTA-ലൊക്കെ ഉള്ള മനുഷ്യന്മാരുണ്ട്. ഫുഡ് കഴിച്ചില്ല. എനിക്ക് സംഭവം ഞാൻ ദാഹിച്ച് വലിഞ്ഞു കിടക്കുകയാണ്. താങ്കൾക്ക് എന്തൊക്കെ എനിക്ക് വാങ്ങി തരാൻ പറ്റും? എന്താണ് താങ്കളുടെ ഒരു ഒപ്പീനിയൻ? ആണോ? ഓക്കെ, സെയിം ടു യു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസിലുണ്ടാവും. ഓക്കെ, എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. നിങ്ങൾ മച്ചാമാരോടൊന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഒരു ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോ. ഓക്കെ, മിന്നാജ് ഒരു ആയി പറഞ്ഞോളൂ ആദ്യം. ഓക്കെ, ഇതെന്താ GTA-ലുള്ള മാതിരി ഉണ്ടല്ലോ? ഓക്കെ, തിരക്കിലാണല്ലേ? എന്നാൽ ഞാൻ അടുത്താളെ പിടിക്കട്ടെ. ഓക്കെ, ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് കാണൂല്ലേ? ഓക്കെ. നമ്മൾ അടുത്താളെ പിടിക്കാം. ഇതിലെങ്ങനെ നേരെ പോയാൽ എൻ്റെ നാടെത്തി. അതിനോട് എനിക്ക് പ്രശ്നമില്ല. ഇനി വ്ളോഗ് എടുത്ത് ഇങ്ങനെ നേരെ പോയാലും വീട്ടിലെത്തും. നമ്മളിങ്ങനെ നേരെ പോയാലും നമ്മളെവിടെ എത്തും? നമ്മളെ എത്തേണ്ടവിടെ തന്നെ എത്തും. പക്ഷേ നമ്മളെ പരിപാടിയൊന്നും ഉഷാറാവില്ല. അമ്മ ഇനി അടുത്താളെ പിടിക്കാം. എൻ്റെ മോനെ ഈ സിറ്റി യൂസാണ്. എൻ്റെ വീഡിയോസ് ഇങ്ങനെയാണ് വരുന്നത്. ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഇന്ന് എങ്ങനത്തെ ഒരു വീഡിയോസാണ് ഇറക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു കുട്ടി സ്റ്റെയിലാവുന്നുണ്ട്. ഹലോ, ഒരു മിനിറ്റ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻസർ പറയുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം. ഓക്കെ? അപ്പോൾ ഈ റോഡ് അപകടങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ലോകത്തിനെ കുറിച്ച് പറയാനുള്ളത്? ഓക്കെ, എന്നാലും ഞാൻ നിങ്ങൾക്ക് ആൻസർ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സംഭവം നിങ്ങൾ എൻ്റെ കൂടെ LP സ്കൂളിൽ കുറച്ച് മുന്നേ പഠിച്ചതാണ്. അതാണ് ഞാൻ നിങ്ങളെ എൻ്റെ വ്ളോഗിലേക്ക് കയറ്റാൻ കാരണം. നീ എന്നെ എത്ര പെട്ടെന്ന് മറന്നുപോയത് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഒന്ന് ആലോചിച്ച് എനിക്ക് മനസ്സിലായോ? ഇല്ല. സംഭവം എന്നാൽ മനസ്സിലാവണമെങ്കിൽ ഞാനൊരു 4 വരി പാട്ട് പാടാം. ആ പാട്ട് നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ വരും. എൻ്റെ കൂടെ ഈ നമ്മൾ ഈ വരി നിന്നിട്ടായിരുന്നു ചോറ് വാങ്ങാൻ പോകല്. പ്ലേറ്റൊക്കെ എടുത്തിട്ട് ബാക്കിൽ കുറേ വരി നിൽക്കണമായിരുന്നു. അപ്പോൾ ആ പാട്ട് ഞാൻ അന്ന് പാടൽ ഏതായിരുന്നു വെച്ചാൽ നമ്മൾ മറ്റേ ഒരു കലാപാണീൻ്റെ ഒരു പാട്ടില്ലേ, ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ആ ബാക്കി എന്തായിരുന്നു അതിൻ്റെ വരി? പാട്ടൊന്നും പാടില്ല. ഓക്കെ, അപ്പോൾ എന്താ സാധനം എന്താ? ചിക്കനോ? ചിക്കൻ റോള്. ഓക്കെ, എന്നായിക്കോട്ടെ. ഇതിൻ്റെ ചാനലിൽ ജസ്റ്റ് ഒരു പരിപാടിയാണ്, അനസ് വ്ളോഗ് 21. ഓക്കെ, അപ്പോൾ ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോ. നമുക്കെന്നാൽ ഇവിടെ നിന്ന് തന്നെ വൈൻഡപ്പ് ചെയ്താളാം. ഓക്കെ, ഇനി ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോ. ഗൈസ്, നമ്മളിതാ കുറച്ച് ആളെ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ വീഡിയോസ്. ഓക്കെ, ഹാപ്പി അല്ലേ? പേരെന്താ? ഷഹാന. അപ്പോൾ എന്നാലും നമുക്ക് അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. ഓക്കെയാണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു യൂട്യൂബ് ചാനലിലെ പരിപാടിയാണ്. അതെ, ഒരു ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോളി. പേരെന്താ നിങ്ങളെ പേരെന്താ? ജിജു. ഓക്കെ, ജിജു ഹാപ്പി അല്ലേ? നിങ്ങൾ ഹാപ്പി അല്ലേ? ഓക്കെ, നമ്മളിത് വൈൻഡപ്പ് ചെയ്താട്ടെ. ഓക്കെ, പബ്ലിക് റിയാക്ഷൻസാണ് ഫുള്ളായിട്ട് എടുക്കല്. ഓക്കെ, തെറ്റിദ്ധരിക്കണ്ട. ഓക്കെ, അപ്പോൾ എന്നാൽ ഇതിൻ്റെ ജസ്റ്റ് ഒരു പ്രാങ്കാണ്. അത് തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ഓക്കെ, ഹാപ്പി അല്ലേ? തെറ്റിദ്ധരിക്കുമോ? ഇല്ലല്ലോ. ഓക്കെ, ഞാൻ പോട്ടെ. ബൈ. എൻ്റെ ചാനൽ പേരെന്താ അറിയോ? അനസ് വ്ളോഗ് 21. ഗൈസ്, നമ്മൾ പോയി. നമ്മളങ്ങനെ പോവുകയാണ് ഗൈസ്. എവിടെ മച്ച എവിടെയൊക്കെ പോകുന്നത്? പാലായി. ഒന്നപ്പുറം വരെ ഒന്ന് കറങ്ങി അടിച്ച് വന്നാൽ ഒരു ഹാപ്പി ആയിരിക്കും. അങ്ങോട്ട് പോകണ്ട, നേരെ പോയാൽ അവിടുന്ന് ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട്. അയാളെ കണ്ടാലേ എനിക്ക് സമാധാനം വരുള്ളൂ. ഇന്നൊന്ന് അവിടെ വരെ ഇറക്കി തരാൻ പറ്റുമോ? തിരക്കുണ്ട്. ഓക്കെ, പോലെ ഇതൊരു യൂട്യൂബിൻ്റെ ചെറിയൊരു പരിപാടിയാണ്. ഓ, എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോ. ഓക്കെ, ഓനൊന്ന് ജസ്റ്റ് പ്രാങ്ക് ചെയ്തതാണ്. ഓക്കെ, വേറെ ഒന്നും വിചാരിക്കണ്ട. അതെ, ഒരു ആയി പറഞ്ഞോളൂ ക്യാമറ നോക്കി. പേരെന്താ? അശ്വാക്ക്. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21.
ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ താല്പര്യമുണ്ടോ? ഒന്നുമില്ല. ഓക്കെ ബൈ ഗൈസ്. ഇനി നമ്മൾ കുറച്ച് ആൾക്കാരും കൂടെ കിട്ടിയാൽ നമ്മൾ ഇന്നത്തെ വ്ളോഗ് അങ്ങനെ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് അങ്ങനെയൊക്കെയാണ് എൻ്റെ വ്ളോഗും എല്ലാ ഇതും വരുന്നത്. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. ഞാൻ വന്നപ്പോൾ ഇത്ര ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. അത് അവിടുന്ന് കുറച്ച് ചെറുപ്പക്കാരിങ്ങനെ നോക്കി പോകുന്നുണ്ട്. ഹാപ്പി ഹാപ്പി. അമ്മോ നമ്മൾ അതോ ഇതെന്തോ ഒരു കുട്ടി ഇങ്ങനെ ചിരിച്ച്. ഒരു മിനിറ്റ് പോലെ എവിടെയൊക്കെ പോകുന്നത്? ഫാനാണല്ലേ? ഓക്കെ അജ്മൽ. ഓക്കെ അതെ. ആ അവിടെ പോയിന്. ആ എനിക്ക് മനസ്സിലായി. അതോ നമ്മള് കുളിക്കാൻ പോയതല്ലേ? അതെ അതെ അതെ. എന്നാ ഇന്നൊന്ന് അപ്പുറത്ത് ഇറക്കി തരാൻ പറ്റുമോ? ഓക്കെ ലിഫ്റ്റ് അടിച്ചിട്ട് എന്താ പറയാനുള്ളത് ഇന്നത്തെ വീഡിയോയില്? എന്താ പറയണ്ടേ? എവിടെ പോയിരോ? ഒരു ക്ലൈന്റിനെ മീറ്റ് ചെയ്ത് വരുന്ന സിനാൻ എന്നല്ലേ എന്നെ പേര്? നജാദ്. അവനിപ്പോ കാണലില്ല. ഓക്കെ ഓക്കെ എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്താളത്. അപ്പോൾ ഇത്ര തന്നെ വീഡിയോസ് ഉള്ളൂ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഒരു ക്ലൈൻറ്റിനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്തിടുക. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ വ്ളോഗ് വരുന്നത്. ഓക്കെ അപ്പോൾ നാളെ അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ രായി ഒന്നും